എത്ര ബ്ലോക്കാന്ന് പറഞ്ഞാലും വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഒരു ടൂർ പോകാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ്. വഴിയിലൊക്കെ റോഡ് പണി കാരണം ട്രാവലിംഗ് ടൈം കൂടുതൽ എടുത്തെങ്കിലും ഞങ്ങൾ ഓൾമോസ്റ്റ് 11 o'clock ആയപ്പോഴേക്കും റിസോർട്ടിലെത്തി. പലവട്ടം ഇവർ വിളിച്ച ഏട്ടനെ ഓർമ്മപ്പെടുത്തിയിരുന്നതാണ് 2 o'clock ചെക്ക് ഇൻ ടൈം എന്നും പറഞ്ഞ്. നേരത്തെ എത്തിയത് ഞങ്ങളുടെ ഫോൾട്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ റൂം കിട്ടണവരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിരുന്നു. ഇനിയിപ്പോൾ പുറത്ത് പോകാനൊന്നും വയ്യ, ഇവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും റൂം റെഡിയായി. റിസോർട്ട് ചൂസ് ചെയ്തതിൽ പിള്ളേരായിരുന്നു ഏറ്റവും ഹാപ്പി. സാധാരണ വല്ല ഹോട്ടൽസിലാണ് റൂം എടുക്കണമെങ്കിൽ അവർക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ വലിയവരെല്ലാരും കൂടെ കമ്പനി കൂടുന്ന നേരത്ത് പിള്ളേര് വെറുതെ ഇരുന്ന് TV കാണും. ഈ റിസോർട്ടിൽ ഞാൻ കണ്ട ഗുണം സർപ്രൈസസിനും ആക്ടിവിറ്റീസിനും ഒരു അവസാനവും ഇല്ല. 5 പേരും റൂമിൽ ഉണ്ടായിട്ടേ ഇല്ല. എല്ലാ പ്രായത്തിൽ പറ്റിയവർക്കുള്ള ആക്ടിവിറ്റീസ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരം വൈകും തോറും തണുപ്പ് കൂടുന്നു പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പാന്നും പറഞ്ഞ് ഏട്ടനും സന്ദീപും ബിൻസിയൊക്കെ വേഗം വെള്ളത്തിൽ നിന്ന് കയറിയെങ്കിലും പിള്ളേർക്ക് യാതൊരു കൂസലും ഇല്ല. 4:30 മുതൽ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യും. റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉണ്ണിക്കുട്ടനും അച്ചുവൊക്കെ ആദ്യമായിട്ടാണ് ജീപ്പിൽ കയറുന്നത്. താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസും ഉണ്ട്, ഫോട്ടോ സ്പോട്സും ഉണ്ട്. കുട്ടികൾക്കായിട്ട് വലിയൊരു പാർക്ക് തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്കായിട്ട് റോപ്പ് വാക്ക്, സ്കൈ സൈക്ലിംഗ് എല്ലാം ഉണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല എന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ്. പറക്കാട് റിസോർട്ടിലാണ് സ്റ്റേ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കേവ് റൂം കണ്ടോന്ന്. അത് കാണാനാണ് ഇപ്പൊ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് ക്ഷീണിക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടീയും കോഫിയും കിട്ടും. ഒപ്പം നമ്മുടെ ഫേമസ് ക്രീം ബണ്ണും. ഏട്ടനും സന്ദീപും ഇവിടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അന്നത്തെ പോലെ ടൗണിൽ കൂടെ മാർക്കറ്റിൽ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ കുറെ പരിചയക്കാരെ കാണണമെന്ന് പറഞ്ഞ് രാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാർ ടൗണിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സും ചായപ്പൊടി ഇല്ലാണ്ട് ആരും തിരിച്ച് നാട്ടിൽ പോകില്ലല്ലോ, അപ്പൊ അതും വാങ്ങി. ഡിന്നറൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും DJ വിത്ത് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. രാത്രി 10 മണി വരെയാണുള്ളത്. വീട്ടിലാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ ആവുമ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നു വിചാരിച്ചത്. പക്ഷെ എന്നും എഴുന്നേക്കുന്ന ടൈമിൽ തന്നെ എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് എന്താ ഈ മോർണിംഗ് ബ്യൂട്ടി കാണാൻ പറ്റി. ഈ റിസോർട്ടിലെ അടുത്ത പ്ലസ് പോയിന്റ് കണ്ടത് 24 hours ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. ഷാർപ്പ് 7:30 തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ മുന്നേ കേട്ടിരുന്നെങ്കിലും ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി നമുക്കൊരു എക്സ്ട്രാ ഓപ്ഷനും കൊടുക്കാനില്ല. അത്ര അധികം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ നാടൻ വിഭവങ്ങളും, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും, ഒപ്പം കട്ട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഉണ്ട്. എല്ലാം വെൽ അറേഞ്ച്ഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിനെല്ലാം പുറമെ ലൈവായിട്ട് നമുക്ക് നെയ്റോസ്റ്റ്, മസാല ദോശ, തട്ടുദോശ, ഓംലേറ്റ് കിട്ടും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും റെസ്റ്റോറന്റ് ഫുള്ള് നിറഞ്ഞു. ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലാതായി. ഈ കണ്ട ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. 11 മണിക്കായിരുന്നു ചെക്ക് ഔട്ട് ടൈം. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഉണ്ണിക്കുട്ടനായിരുന്നു ഏറ്റവും സങ്കടം. എവിടെ കാടമുട്ട കണ്ടാലും അത് വാങ്ങി കഴിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏട്ടനും അതെ, മെറിലിനും അതെ, ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട. മൂന്നാർ വരെ വന്നിട്ട് തേയിലത്തോട്ടത്തേക്ക് കയറിയില്ലെങ്കിൽ മോശമില്ല. അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് ഓടിക്കളിച്ച് ഗ്യാപ്പ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ബ്ലോസം പാർക്കിലും കയറി തിരിച്ചു വന്നു.